സർ, കേരളത്തില് നമ്മുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചിത്രം നമുക്കൊക്കെ ലഭിച്ചു കഴിഞ്ഞു. നേമത്ത് കെ മുരളീധരൻ, ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ക്രമത്തിലായിരിക്കും. മഞ്ചേശ്വരത്ത് ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത എന്നറിയുന്നു. കഴിഞ്ഞ തവണ 700 ചില്ലറ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതിലൊരു അട്ടിമറി നടന്നിരുന്നു എന്നൊക്കെ വലിയൊരു ആരോപണവും അന്ന് വന്നിരുന്നു. CPM-ന്റെ ഒരു കളിയായിരുന്നു സുരേന്ദ്രനെ തോൽപ്പിച്ചത് എന്നതടക്കമുള്ള വാർത്തകളാണ് ആ സമയത്ത് പുറത്തു വന്നത്. ഇപ്പോഴിതാ വീണ്ടും ഈ രീതിയിൽ ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നേമത്ത് മറ്റാര് ജയിച്ചാലും തോറ്റാലും കെ മുരളീധരൻ ജയിക്കാതിരിക്കുക എന്നൊരു ഹിഡൻ അജണ്ട കൂടിയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എങ്ങനെ വിലയിരുത്താം? അത് ശരിയാണ് നീതു. ബി.ജെ.പിയെ സംബന്ധിച്ച് നമ്മള് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നമ്മൾ ഇപ്രാവശ്യം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഏതാണ്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളില് അവരെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന, ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വന്നിരിക്കുന്ന മണ്ഡലങ്ങളെയാണ് അവർ ഇപ്രാവശ്യം ശ്രദ്ധീകരിക്കുന്നത്. ഏതാണ്ട് 35ഓളം, 32നും 35നും ഇടയ്ക്കുള്ള അസംബ്ലി മണ്ഡലങ്ങളെ നന്നായി ശ്രദ്ധിക്കാനായിട്ടാണ് അവരുടെ ഒരു ആഹ്വാനം. അവിടെ കാര്യമായ മത്സരം നടക്കണം. പാർട്ടിയുടെ എല്ലാ സന്നാഹങ്ങളും, എല്ലാ മെഷീനറിയും ഉപയോഗിച്ചിട്ട് ആ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. എ ക്ലാസ് മണ്ഡലങ്ങൾ എന്നാണ് പറയുന്നത്. ആ 32 സീറ്റ്, ഇതിനകത്തൊരു പകുതി സീറ്റിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ രാഷ്ട്രീയ ചിത്രം മാറും. അങ്ങനെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രം തന്നെ മാറും. ഇപ്പോൾ തന്നെ പല സർവേകളും സൂചിപ്പിക്കുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 80-85 സീറ്റ് വരെ കിട്ടാം. LDF-ന് 60-65 സീറ്റ് വരെ LDF-ന് കിട്ടാമെന്നാണ് പറയുന്നത്. അപ്പൊ പരമാവധി മാർജിൻ എന്ന് പറയുന്നത് ഒരു 15-നും 20-നും ഇടയ്ക്കുള്ള സീറ്റുകളാണ്. രണ്ട് മുന്നണികൾക്കും തമ്മിലുള്ള വ്യത്യാസം നിലവിലുള്ള പല സർവേകളും സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ശക്തമായ മത്സരങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള LDF-ഉം UDF-ഉം തമ്മിലുള്ള മാർജിൻ വീണ്ടും ഒന്ന് കുറഞ്ഞു വരികയോ, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ 15 എന്നുള്ളത് അവർക്ക് 20ലേക്ക് ഉയർത്താനോ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട്, അല്ലെങ്കിൽ ആര് ഭരിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ബി.ജെ.പിയുടെ MLA-മാരായിരിക്കും പിന്നെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഒരു 15 MLA-മാരൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഇവരുടെ തമ്മിലുള്ള UDF LDF തമ്മിലുള്ള മാർജിൻ 15-ന് താഴെയാ വരുന്നെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് ആയിരിക്കും റോള് വരുന്നത്. അവര് തീരുമാനിക്കും ആരെ പിന്താങ്ങണം, അല്ലെങ്കിൽ മുന്നണിയെ പിന്താങ്ങണം ഒക്കെ എന്നുള്ള കാര്യങ്ങളിൽ. അല്ലെങ്കിൽ ഭരണം എങ്ങനെ പോകണം, അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു അവസ്ഥയിലേക്ക് അത് പോകുമോ, ഒന്നും പറയാനൊക്കത്തില്ല. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രഡിക്ഷനും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇങ്ങനെ വലിയ ത്രികോണ മത്സരം നടക്കുന്നതാണ്. ബി.ജെ.പിയെ രണ്ടു കൂട്ടരും മാറ്റി നിർത്തിയിരിക്കുകയുമാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി അവര് തൊട്ടുകൂടാത്ത കക്ഷിയായിട്ടാണ്, അവര് മറ്റൊരു തരത്തിൽ കളർ കൊടുത്തിട്ടാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർക്കും താല്പര്യം ഉണ്ടാകാതെ വരികയാണോ? രണ്ടു കൂട്ടരും സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ആ തരത്തില് ഈ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ വേണം നമ്മൾ കാര്യമായിട്ട് പഠിച്ചു നോക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കോട്ടുണ്ട് ഏതാണ്ട് 15-ന് 20-നും, ചില മണ്ഡലങ്ങളിൽ 20-ന് മുകളിൽ, 20% മുകളിൽ ഒറ്റയ്ക്ക് വോട്ട് നേടുകയാണ്. അവരുടെ കൂടെ BDJS ഒരു കക്ഷിയുണ്ട്. അങ്ങനെ ചെറിയ കക്ഷിയാണ്, ഇപ്പൊ 2020 വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വലിയ സ്വാധീനമുള്ള കക്ഷികളൊന്നും അല്ല അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അത് അവരുടെ വോട്ടിംഗ് പാറ്റേണിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, 15 മുതൽ 20-25% വരെ ഒറ്റയ്ക്ക് വോട്ട് നേടാൻ കഴിവുള്ള ഒരു പാർട്ടിയുമാണിത്. അപ്പൊ അതുകൊണ്ട് അത് വോട്ടായിട്ട് മാറുമോ? ഇതുവരെ ആളുകൾ അവർ പറയുന്നത്, അവരുടെ ചില വിലയിരുത്തലുകളും ചില രാഷ്ട്രീയക്കാർ പറയുന്നത് ബി.ജെ.പി ജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആ അവസ്ഥ മാറുകയാണ്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടപ്പം നമ്മൾ കണ്ടല്ലോ പല സ്ഥലങ്ങളിൽ. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിന് റോൾ മോഡലാണ്. ആ മോഡലാക്കി എടുത്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പൊങ്കാലയൊക്കെ തന്നെ കണ്ടില്ലേ, വളരെ കൃത്യമായിട്ട് അവർ നടത്തി. ഇന്നിപ്പോ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നതാല് പോയിട്ട് പോലും അറിയാത്ത രീതിയിൽ നഗരത്തെ എത്ര ശുചീകരിച്ച് അതൊരു മോഡലാക്കി കൊടുത്തു. പല പ്രശ്നങ്ങളിലും അവിടെ ഇതിന്റെ പേരിൽ നടന്ന പല കൊള്ളക്കാരെയും തട്ടിപ്പുകാരെയും ഒക്കെ അവർ പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു. വളരെ ഗംഭീരമായ ഒരു പൊങ്കാലയൊക്കെ അവർ നടത്തിയിരുന്നു. അപ്പൊ നഗരസഭ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവര് ഒരു വലിയ തീരുമാനമാണ് അവർ നടപ്പാക്കിയ ഒരു വലിയ തീരുമാനമായിരുന്നു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ബി.ജെ.പിയുടെ 2 അധ്യക്ഷന്മാര്, അതായത് നിലവിലുള്ള അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് പറയുന്നത്. അവരുടെ എ ക്ലാസ് മണ്ഡലമാണ്. ബി.ജെ.പി എപ്പോഴും 1ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലവുമാണ്. അവരുടെ വോട്ടിംഗ് ഇതിനകത്തിൽ വരികയാണെങ്കിൽ അവര് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ 1ാം സ്ഥാനത്താണ് അവർ വരുന്നത്. ആ അസംബ്ലി മണ്ഡലങ്ങളിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെയാണ് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലം.
അതും പരമ്പരാഗതമായിട്ട് BJPക്ക് നല്ല സ്വാധീനമുള്ളതാണ്. കന്നഡയുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്നുണ്ട്. ഭാഷാ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതും ഒക്കെയുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് പണ്ടുതൊട്ടേ ശ്രീ KG മാരാർ, BJPയുടെ പഴയ നേതാവായ ശ്രീ KG മാരാർ ഉള്ള കാലം തൊട്ട് തന്നെ അവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ഇവിടെയൊന്നും അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ഇത്രയൊക്കെ വോട്ടും ശക്തിയും ഒക്കെ ഉണ്ടെങ്കിലും അവരെ ജയിക്കാൻ സാധിക്കുന്നില്ല. അതിന് BJPയുടെ വെർഷൻ വരുന്നത് അവരെ ജയിക്കാൻ സമ്മതിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അത് UDFും LDFും അവരെ BJP ജയിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ആ സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ ക്രോസ് വോട്ടിംഗ് നടക്കും. ക്രോസ് വോട്ടിംഗ് നടന്ന ശേഷം അവരെ പരാജയപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതിന് പല കണക്കുകളെയും സ്വാധീകരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. നീതു സൂചിപ്പിച്ചതല്ലേ, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത്. സുരേന്ദ്രൻ വളരെ ചെറിയ മാർജിനാണ്, അവസാന റൗണ്ടിലാണ് 750 പല വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുന്നത്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തോക്കുന്നത്. പക്ഷെ അപ്പൊ CPM-ന്റെ വോട്ട് ഒരുപാട് കുറഞ്ഞു. CPM-ന്റെ വോട്ടിൽ കാര്യമായി ഇടി വന്നു. 30% താഴെ 28-29% വോട്ടമേ CPM സ്ഥാനാർത്ഥി കിട്ടിയിരുന്നുള്ളൂ. വലിയ മാർജിനിൽ വലിയ വ്യത്യാസം വന്നു അവർക്ക് അവിടെ. അപ്പൊ അത്തരം വോട്ടുകൾ മറിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസം മതിയല്ലോ. 745 വോട്ട് മറിയണമെന്നുണ്ടെങ്കിൽ ഒരു ബൂത്തിലെങ്ങാനും 10 വോട്ട് വീതം മറിഞ്ഞാൽ മതിയല്ലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം അവർ വളരെ ശ്രദ്ധിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചിട്ടാണ് മഞ്ചേശ്വരം മണ്ഡലം നോക്കുന്നത്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട നോക്കേണ്ട മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. അവരുടെ തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലം. അത് പണ്ട് BJP ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവരുടെ പ്രസ്റ്റീജിയസ് മണ്ഡലമാണത്. ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഞാൻ നേമത്ത് മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ചുവരെഴുതുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നേമത്ത് മത്സരിക്കാൻ പോകുന്നത് വളരെ ഉറപ്പോട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവിടുത്തെ സ്ഥാനാർത്ഥികളെ നോക്കുക. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി K. ശിവൻകുട്ടി തന്നെയായിരിക്കും അവിടെ മത്സരിക്കുന്നതാണ് തോന്നുന്നത്. ശിവൻകുട്ടി തന്നെയാണ് ശിവൻകുട്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത്. ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് മറ്റൊരു പേരുകൾ ഇതുവരെ ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ടില്ല. ശിവൻകുട്ടി സ്വീകാരനായ സ്ഥാനാർത്ഥിയാണ്, ജനപിന്തുണയുള്ളതാണ്. വളരെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം A to Z അറിയാവുന്ന സ്ഥാനാർത്ഥിയുമാണ്. അദ്ദേഹമായിരിക്കും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 4000 വരെ വോട്ടുകളാണ്, 3950 വോട്ടുകൾക്കാണ് ശിവൻകുട്ടി അവിടെ നിന്ന് ജയിച്ചിരിക്കുകയും ചെയ്തത്. മറ്റ് ഒരു സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും, അതാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ K. മുരളീധരൻ, അതായത് K. കരുണാകരന്റെ മകൻ K. മുരളീധരനോട് മത്സരിക്കുമോ? കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവാണ്. മുരളീധരനെ തന്നെ ആയിരിക്കുമോ കോൺഗ്രസ് ഇപ്രാവശ്യം UDF ഇപ്രാവശ്യം അവിടെ ഉപയോഗിക്കാൻ പോകുന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും മുരളീധരന്റെ അവകാശവാദം ശരിയാണ്. അവിടെ BJPയുടെ അക്കൗണ്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. മുരളീധരൻ ഏതാണ്ട് 25% വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചു. 3ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും, അതായത് 1ാം സ്ഥാനത്ത് വന്ന V. ശിവൻകുട്ടിയും 2ാം സ്ഥാനത്ത് വന്ന കുമ്മനം രാജശേഖരനും തമ്മിൽ 4000 താഴെ വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൊട്ട് താഴെ, അതായത് നല്ല ശതമാനം വോട്ട്, അതായത് മറ്റേ ആള് 34-33% പിടിച്ചപ്പോൾ മുരളീധരൻ ഏതാണ്ട് 25%-ലേറെ വോട്ട് അവിടെ നിന്ന് പിടിച്ചിരുന്നു, ആ നിയമമണ്ഡലത്തിൽ നിന്ന് പിടിച്ചിരുന്നു. അതാണ് ശരിക്കും കുമ്മനത്തിന്റെ പരാജയത്തിന് കാരണം, അല്ലെങ്കിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാനുള്ള കാരണം. അവർ മുരളീധരന്റെയും കോൺഗ്രസുകാരുടെയൊക്കെ ഭാഷയിൽ പറയാൻ അക്കൗണ്ട് പൂട്ടിച്ചത് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മുരളീധരൻ ഈ അവകാശവാദം പലയിടത്ത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതെന്ന്. ശിവൻകുട്ടിയും പറയുന്നുണ്ടായിരുന്നു, ഞാൻ തോൽപ്പിച്ചത് കൊണ്ട്, ഞാൻ ജയിച്ച സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാനാണ് അവകാശവാദി എന്ന്. പക്ഷേ മുരളീധരൻ ഇത് പല വേദികളിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും അവിടെ നേമത്ത് മുരളീധരൻ മത്സരിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ല കേരളത്തിലെ ഏത് അസംബ്ലി മണ്ഡലങ്ങളിൽ മുരളീധരൻ മത്സരിക്കാൻ വരികയാണെങ്കിൽ മുരളീധരനെ തോൽപ്പിക്കണം. അതൊരു വലിയ വാശി പോലെ BJP എടുത്തിരിക്കുകയാണ്. മുരളീധരനെ എവിടെ മത്സരിച്ചാലും മുരളീധരനെ തോൽപ്പിക്കണം. അതിപ്പോ അവരുടെ ഒരു വലിയ പ്രചരണ ആയുധമായിട്ട് നിൽക്കുകയാണ്. മുരളീധരൻ ഇപ്പൊ ഇവിടെ അല്ല തൃശ്ശൂർ വരികയാണെങ്കിൽ അവിടെ മത്സരിച്ച് തോൽപ്പിക്കണം. അതല്ല പാലക്കാട്ടേക്കാണ് വരുന്നതിൽ അങ്ങോട്ടാണെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഏത് മണ്ഡലത്തിലാണെന്നുണ്ടെങ്കിലും മുരളീധരനെ തോൽപ്പിക്കുക. അതിന് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് നീക്കുപോക്കുകൾ, അതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ മഞ്ചേശ്വരത്ത് കേട്ടതുപോലെയുള്ള നീക്കുപോക്കുകൾ വല്ലതും നടക്കും, അങ്ങനെ വല്ലതും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തമ്മിൽ നല്ല ബന്ധമാണ്. പല കാര്യങ്ങളിലും അവർ പരസ്പരം സഹായിക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം വല്ല നീക്കുപോക്കുകൾ അവിടെ സംഭവിക്കുമോ, അത് നേമത്തെയും മഞ്ചേശ്വരത്തെയും ഒരുപോലെ സ്വാധീനിക്കപ്പെടുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ചു നോക്കുന്നത്. പിന്നെ മറ്റൊരു കൂട്ടർ പറയുന്നത്, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ UDFന് ഭരണം കിട്ടിയെന്നിരിക്കാതെ മുരളിയെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും.
അതും UDF-ന് ഒരു തലവേദനയായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് പിന്നെ VD സതീശൻ വരുന്നു. രമേശ് ചെന്നിത്തലയെ പോലെ മറ്റൊരു തലയെടുപ്പുള്ള നേതാവ് വരുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുന്നെന്നാണ് പറയുന്നത്. കോട്ടയത്തു നിന്ന് അദ്ദേഹം ജയിച്ചു വരുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു വലിയ തലയെടുപ്പോടുകൂടിയാണ് കെ മുരളീധരൻ വരുന്നത്. ഇവർക്കൊക്കെ എന്ത് സ്ഥാനം കൊടുക്കാൻ പറ്റും? കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കൊടുക്കാവുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെ ആഭ്യന്തരം, അത് കഴിഞ്ഞാൽ പരമാവധി ധനകാര്യം, അത് കഴിഞ്ഞാൽ വരാവുന്ന നേതാക്കന്മാരാണ് ഇവരെയൊക്കെ ചെറിയ ചെറിയ വകുപ്പുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും ചില പൊളിറ്റിക്സിനകത്തുണ്ട്, ഇന്നർ പൊളിറ്റിക്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാനൊക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിണറായി വിജയനും BJP നേതൃത്വവും കേന്ദ്ര നേതൃത്വമായിട്ടുള്ള പല ധാരണകളും ഉണ്ടാകുമോ? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരിക്കലും രണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്തെ ഇന്നത്തെ തിയറി വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. അത് വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കും. ഒരു പക്ഷെങ്കില് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കെ മുരളീധരന്റെ രാഷ്ട്രീയത്തിലെ ഒരു വലിയ നമ്മൾ പറയുന്നില്ല വാട്ടർലൂ എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് മുരളീധരൻ ചെന്ന് ചാടാനും സാധ്യതയുണ്ട്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിത്യശത്രുവായിട്ട് ഈ മുരളീധരനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ക്രൂഷ്യലായ മത്സരമാണ്, വളരെ നിർണായകമായ മത്സരമാണ്. നേമത്ത് മുരളീധരൻ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലത്തെയും സ്വാധീനിക്കപ്പെടുമെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. യെസ്, അതാണ് സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ശിവൻകുട്ടി ജയിച്ചെങ്കിലും BJP തുറന്ന അക്കൗണ്ട് പൂട്ടിക്കാനായത് കെ മുരളീധരൻ അവിടെ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ്. അതേ തന്ത്രം കോൺഗ്രസ് ഇത്തവണയും നേമത്ത് പയറ്റുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ പയറ്റുകയാണെങ്കിൽ വിജയിച്ചില്ലെങ്കിലും കെ മുരളീധരനെ തോൽപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം BJP-യുടെ അജണ്ട എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മഞ്ചേശ്വരത്ത് ഏത് രീതിയിലായിരിക്കും മത്സരം നടക്കുക എന്നതും കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.